Hello, welcome to CUT Tutorial, Kerala's #1 platform for CUT test taking. This is Gayatri Jaykumar. In this video, we will look at sentence structure. So, please look at this question. Which of these sentences contain a parallel error? So, parallel error എന്ന് പറയുമ്പോൾ നമ്മളൊരു സെൻറ്റൻസ് തരുമ്പോൾ അതിൽ ഈ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ടെൻസിൻ്റെ ഐഡിയ തന്നെയാണ് ഇവിടെ വരുന്നത്. പാരലൽ എറർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിനകത്തെ ടെൻസ് കറക്റ്റായിട്ടായിരിക്കണം ത്രൂ ഔട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഒരു സെൻറ്റൻസ് എഴുതുന്നതെങ്കിൽ ചില കേസിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ഒരു സെൻറ്റൻസിൽ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അത് ഡിപ്പെൻസ് ഓൺ ദ മീനിങ് അലോട്ട്. സോ ആ മീനിങ് ബേസ് ചെയ്തിട്ട് ആ സെൻറ്റൻസിൽ ഫുൾ ലെങ്ത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ ടെൻസ് കറക്റ്റായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പാരലൽ എറർ അല്ലെങ്കിൽ പാരലൽ ആ ഒരു ഐഡിയ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ലെറ്റ്സ് ലുക്ക് അറ്റ് ദീസ് സെൻറ്റൻസസ്. The committee needs to evaluate the proposals, review the budgets, and to make a decision. Second one, she enjoys reading novels, writing poetry, and traveling to new places. Third one, the manager will assess the project's progress, discuss any issue, and provide feedback. Fourth one, he wants to improve his skills, increase his knowledge, and advancing his career. So, 4 sentences. So, ഇതിൽ നമുക്ക് വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് വൺ, the committee needs to evaluate the proposals, review the budgets and make a decision. So, ഇവിടെ needs to എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡ്യൂട്ടീസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Evaluate proposal, review the budget and make a decision. So, ഈ 3 എണ്ണത്തിൽ ടെൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസിലല്ല, നീഡ്സ് ടു വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. സോ ലൈക്ക് ജനറൽ ഐഡിയ, ഇവരിതാണ് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതെന്നുള്ളതല്ല, ഡ്യൂട്ടീസ് ഫാക്ട്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ കറക്റ്റായിട്ടാണ് ടെൻസ് ത്രൂ ഔട്ട് സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഷീ എൻജോയ്സ് റീഡിങ് നോവൽസ്, റൈറ്റിംഗ് പോയട്രി ആൻഡ് ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ്. സോ ഇവിടെ റീഡിങ്, റൈറ്റിംഗ്, ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ്, ഇവിടെ എല്ലാം ആക്ഷന് ജനറൽ നൗൺ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റീഡിങ് നോവൽസ്, റൈറ്റിംഗ് പോയട്രി ആൻഡ് ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ്. സോ ഇവിടെ വേർബ്സ് ആണ്, ING ഫോംസ് എല്ലാം വേർബ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ശരിയാണ്. പക്ഷേ അതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ്. ഷീ എൻജോയ്സ് കഴിഞ്ഞിട്ട് ഇതെല്ലാം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് റീഡിങ് നോവൽസ്. അതേസമയം ഷീ എൻജോയ്സ് ടു റീഡ് നോവൽസ്, റൈറ്റിംഗ് പോയട്രി എന്ന് വന്നിരുന്നെങ്കിൽ സെൻറ്റൻസിൽ എറർ വന്നേനെ, പാരലൽ എറർ വന്നേനെ. സോ ഇവിടെ ആ സെൻറ്റൻസ് കറക്റ്റാണ്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. The manager will assess the project's progress, discuss any issues and provide feedback. സോ ഇവിടെ മാനേജർ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഐഡിയ ആണ്. സോ ഇതും ഫസ്റ്റ് സെൻറ്റൻസും തമ്മിൽ ശകലം വ്യത്യാസമുണ്ട്. മറ്റേത് ജനറൽ ട്രൂത്ത് ആണ് പറയുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇറ്റ് കൻ ഓൾസോ ബി ഗിവൻ ഇൻ an idea that this is what something they do like on a general basis. So ഇവിടെ manager will assess the project's progress, discuss any issue and provide feedback. ഇവിടെയും ടെൻസ് കൺസിസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. He wants to improve his skills, increase his knowledge and advancing his career. സോ ഇവിടെ തെറ്റി. സോ ഇവിടെ ഇൻഫിനിറ്റീവ്, അതായത് ടു ഇംപ്രൂവ് കഴിഞ്ഞിട്ട് ആ ടു തന്നെ എല്ലാത്തിനും അപ്ലൈ ചെയ്ത് വരികയാണ്. ടു ഇംപ്രൂവ് ഹിസ് സ്കിൽസ്, ഇൻക്രീസ് ഹിസ് നോളജ് ആൻഡ് അഡ്വാൻസ് ഹിസ് കരിയർ ആയിരുന്നെങ്കിൽ സെൻറ്റൻസ് കറക്റ്റ് ആയേനെ. പക്ഷേ ഇവിടെ അഡ്വാൻസിങ് ഹിസ് കരിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് ഡസ് നോട്ട് ആക്ച്വലി അപ്പീൽഡ് ടു ദ കൈൻഡ് ഓഫ് ടെൻസ് ദാറ്റ് ഇസ് യൂസ് ത്രൂ ഔട്ട് ദ സെൻറ്റൻസ്. സോ അവിടെ പാരലൽ എറർ ലാസ്റ്റ് സെൻറ്റൻസിലാണ്. പറഞ്ഞ പോലെ അഡ്വാൻസ് ഹിസ് കരിയർ ആയിരുന്നെങ്കിൽ സെൻറ്റൻസ് കറക്റ്റ് ആയേനെ. പക്ഷേ ആ ഒരെണ്ണം മാത്രം ING കിടക്കുകയാണ്, ബാക്കിയെല്ലാം ടു ഇൻഫിനിറ്റീവ്, ടു കഴിഞ്ഞിട്ട് വരത്തക്ക രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ കാരണം ആ ഫസ്റ്റ് പറഞ്ഞ ടു ബാക്കി എല്ലാത്തിനും അപ്ലൈ ആവും. ബാക്കി എല്ലാ സെൻറ്റൻസിനും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നീഡ്സ് ടു എവാലുവേറ്റ്, ടു റിവ്യൂ ആൻഡ് ടു മേക്ക് എ ഡിസിഷൻ ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എൻജോയ്സ് റീഡിങ്, ING കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ വിൽ അസസ് പ്രോഗ്രസ്, വിൽ ഡിസ്കസ് എനി ഇഷ്യൂ ആൻഡ് വിൽ പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആണ് തേർഡ് വൺ. സോ അതുപോലെ തന്നെ ഈ ടു ബാക്കി രണ്ടെണ്ണത്തിനും ഒരുപോലെ തന്നെ അപ്ലൈ ആവും.
സോ ടൂവിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്യില്ല. സോ അഡ്വാൻസ് ആയിരുന്നെങ്കിൽ ആൻസർ കറക്റ്റ് ആയിരുന്നെങ്കിൽ. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇങ്ങനത്തെ ജനറൽ സ്ട്രക്ചേഴ്സ് മനസ്സിലാവാൻ ഡെയിലി റീഡിങ് ഹാബിറ്റ് ആണ് ആവശ്യം. നമുക്കൊന്നും ഇവിടെ കാണാതെ പഠിക്കാൻ പറ്റില്ല. സോ യു വിൽ ഹാവ് ടു ഡെവലപ്പ് എ ഡെയിലി റീഡിങ് ഹാബിറ്റ് ടു ഹാവ് ദറ്റ് ഐഡിയ ഓൺ വെൻ എ സെൻറ്റൻസ് ഇസ് ഗോയിങ് റോങ്. ഒരു ടെൻസ് എപ്പോഴാണ് തെറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ എന്തോ ഒരു വശപശമുണ്ടല്ലോ എന്ന് തോന്നണമെങ്കിൽ യു വിൽ ഹാവ് ടു ഹാവ് ഡെയിലി റീഡിങ് ഹാബിറ്റ്. സോ അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. If you have any doubts, do drop them in the comments. We'll be happy to help. So happy learning. Bye and take care.